ഒരു വീഡിയോ എൻ്റെ ഗാലറിയിൽ കിടന്നിട്ട് കുറച്ച് മാസങ്ങളായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം ഞങ്ങളിത് ഈ ഒരു സ്ഥലം വരെ പോവുകയാണ്. പോകുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻഷൻ്റെ ബ്രദറിൻ്റെ മോളുടെ പേര് വിളിയാട്ടോ. നൈറ്റാണ് പ്രോഗ്രാം വെച്ചത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നൈറ്റല്ലേ ഫ്രീ ആവുക. കണ്ണൂർ തോട്ടടിയാണ് ലിൻഷേൻ്റെ വീട്. അപ്പം ഞങ്ങളിത് അവിടെ എത്തിയപ്പോഴേക്കും പ്രോഗ്രാമൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം പുറത്തൊക്കെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഏകദേശം പ്രോഗ്രാമിൻ്റെ സമയമായി. അങ്ങനെ ഇതേ പരിപാടി തുടങ്ങി. അപ്പം മോക്ക് പേരൊക്കെ വിളിച്ചു. പേരെന്താന്നുള്ളത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്സിനല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ടെക്നിക്കായിട്ട് അടിപൊളിയായിട്ട് പേരൊക്കെ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന പരിപാടിയൊക്കെ അല്ലേ. അങ്ങനെ പേര് വിളിച്ചേക്കുന്നത് ലിയോറ ലിപിൻ. അപ്പോൾ ഇനി പ്രോഗ്രാംസിൻ്റെ ബാക്കി പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുടുംബങ്ങളും വീട്ടുകാരും എല്ലാവരും കൂടിയിട്ട് വാവക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, അതുപോലെ വാവയുടെ കൂടെ ഫോട്ടോസ് എടുക്കുക. ഇതാണ് അടുത്ത പ്രോഗ്രാം. അങ്ങനെ എല്ലാവരും ഫാമിലീസിലെല്ലാവരും കൂടിയിട്ട് ഈ ഒരു പരിപാടിയിലാണ് ഉള്ളത്. മോൾക്കാണെങ്കിൽ പേര് വിളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കരച്ചിൽ അങ്ങ് തുടങ്ങിയായിരുന്നു കേട്ടോ. അതുവരെ ഒരു പ്രശ്നവും ഇല്ലാണ്ടിരുന്ന കുട്ടിയാണ്. അത് മിക്ക കുട്ടികളും അങ്ങനെ തന്നെയാണ് അല്ലേ. എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്ന സമയത്തായിരിക്കും അവർ കിടന്ന് കരയാൻ തുടങ്ങുക. പിന്നെ എങ്ങനെയൊക്കെയോ എല്ലാവരും കൂടിയിട്ട് സമാധാനിപ്പിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസിലും ഒക്കെ എങ്ങനെയൊക്കെയോ നിന്നെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഈ ലാസ്റ്റാണ് നിന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് അവിടെയുള്ള കുഞ്ഞുമക്കൾ ചെറിയൊരു ഡാൻസ് ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് റീൽസിൻ്റെ സോങ്സൊക്കെ കമ്പൈൻ ചെയ്തിട്ട് അവർ അന്ന് രാവിലെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചെടുത്തിട്ട് കളിച്ചതാട്ടോ. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളൊന്നും കണ്ടില്ല എന്നടിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ പ്രോത്സാഹിച്ചിരുന്നേ. കാരണം അവരുടെ സന്തോഷമാണല്ലോ ഞങ്ങളുടെ സന്തോഷം. അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് കളിക്കാവോ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ സ്കൂട്ടായതെന്ന് വേണമെങ്കിൽ പറയാവേ. എനിക്ക് തന്നെ കുറവായിരുന്നു. ഇവരുടെ കൂടെ കിടന്നിട്ട് ഞാൻ ഈ പോത്ത് പോലത്തെ കിടന്ന് തുള്ളിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കലായി. നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ ബിരിയാണി ഞങ്ങൾ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കേക്ക് കട്ടിങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ കേക്കും കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ കേക്കും കൂടി അവിടെ ഫുഡ് കഴിച്ചതിന് ശേഷം കേക്കും കഴിച്ചു കേട്ടോ. അങ്ങനെ അതും കൂടി കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.